ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേരുടെ സംശയത്തിനുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതായ ഒരു സമയത്തായിരുന്നു ഞാൻ പ്രസവിക്കുന്നത്, 6ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയില്ലായിരുന്നു. എന്തിനധികം പറയുന്ന എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ലായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം. ഞാൻ പ്രസവിച്ചതിന് ശേഷമാണ് എൻ്റെ അമ്മ അറിയുന്നത്. ഞാൻ 9ാം മാസം ഞാൻ പ്രസവത്തിന് പോകുന്ന ആ ഒരു സമയമായപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞതാണ്. അതിന്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതാകുന്നതിന് മുമ്പ് വരെ എനിക്ക് 5 മക്കളാണ് ഉണ്ടായിരുന്നത്. ഈ 5 മക്കള് എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ച് സൃഷ്ടിച്ച മക്കളാണ്. എൻ്റെ ആഗ്രഹം കൊണ്ടുണ്ടായ കുട്ടികളാണ്. ഈ ആഗ്രഹത്തിന്റെ കഥ പറയുമ്പോൾ ഒരുപാട് ബാക്കിലോട്ട് എനിക്ക് പോവേണ്ടതായിട്ട് വരും. അതായത് ഞാൻ പഠിക്കുന്ന ഒരു കാലത്ത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർ, എൻ്റെ കൂട്ടുകാരിയുടെ കുഞ്ഞമ്മ പ്രസവിച്ചു. പിന്നെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ആൻറ്റി പ്രസവിച്ചു ഇരട്ട കുട്ടികളെ. അവർ ഗൾഫിലായിരുന്നു. ഇരട്ട കുട്ടികളെ പ്രസവിച്ചത് കൊണ്ട് അമ്മയുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വന്ന് ആ സമയത്ത് ആ കുട്ടികളെയൊക്കെ എടുത്ത് കൊഞ്ചിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്നും ഓൾമോസ്റ്റ് പെൺകുട്ടികൾക്കും കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ ഏജിൽ അതുപോലത്തെ ഏജിലുള്ള കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നല്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ആയിരുന്നു. അങ്ങനെ ഈ ഗൾഫിലായിരുന്ന ആന്റി, ഇരട്ട കുട്ടികളെ പ്രസവിച്ച ആന്റി, കുറെ നാൾ കഴിഞ്ഞ് ആ ഇരട്ട കുട്ടികളെയും കൊണ്ട് അവർ തമിഴ്നാട്ടിൽ പോയി. പിന്നെ മറ്റ് പ്രസവിച്ചിരുന്നവരൊക്കെയും അവരുടെ ഭർത്താക്കന്മാരുടെ വീടുകളിൽ, അമ്മമാരുടെ വീട്ടിൽ വന്നിട്ട് പ്രസവിക്കും. എന്നിട്ട് പിന്നെ അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനൊരു സിനിമ കാണാനായിട്ട് ഇടയാവുന്നത്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു സിനിമ ഭ്രാന്തി അല്ല. അപ്പം ആ സിനിമ എന്ന് പറയുന്നത് മോഹൻലാല്, ശോഭന, ബിന്ദുജ മേനോൻ, തിലകൻ, ശ്രീവിദ്യയൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. അതായത് മോഹൻലാലിന് നല്ല ഏജായ, മോഹൻലാലിന്റെ കല്യാണം ഉറപ്പിച്ചേക്കുന്ന ഒരു സമയത്ത് അമ്മ ശ്രീവിദ്യ വീണ്ടും പ്രഗ്നന്റ് ആകുന്നു. അപ്പൊ ആദ്യം ഒരു നീരസം ഉണ്ടെങ്കിലും പിന്നീട് അമ്മയുടെ പ്രഗ്നൻസി ഇഷ്ടപ്പെടുന്ന ഒരു മകനില്ലേ, അത് കഴിഞ്ഞ് അമ്മ മരണപ്പെടുന്നു, പ്രസവത്തിൽ മരണപ്പെടുന്നു. പിന്നെ അച്ഛനെ കാണാതാകുന്നു. ആ ഒരു സിനിമയില്ലേ, അതിന്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ ഒരു സിനിമ ഞാൻ കാണാനായിട്ട് ഇടയായി. ആ ഒരു സമയം മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടണം എന്നുള്ളത്. ഇത് നിങ്ങൾ എങ്ങനെ ഇതിനെ കളിയാക്കിയാലും ഇതിനെ എങ്ങനെയൊക്കെ വർണ്ണിച്ചാലും ഇത് എന്റെ മനസ്സിൽ കൂടി കടന്നു പോയ ഒരു കാര്യമാണ്. അപ്പം ആ സമയത്ത് ഞാൻ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ഒരു കാര്യത്തിനെ കുറിച്ച് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്തെത്തും. എത്ര പ്രതിബന്ധം ഉള്ളതാണെങ്കിലും നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ അടുത്തെത്തും എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഫലിച്ച ഒരു കാര്യമാണ്. ഞാനൊരു കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം. ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ആഗ്രഹമെന്ന് നിങ്ങൾ ഇന്നിപ്പോ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരാഗ്രഹം, പക്ഷെ അങ്ങനെയല്ല. എൻ്റെ മനസ്സിൽ അത് ഭയങ്കര ഒരു ആഗ്രഹമായിട്ട് നിലനിൽക്കുകയും ഞാൻ സ്കൂളിൽ പോകുന്ന, ഞങ്ങൾ എയർപോർട്ടിന്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ഈ കച്ചറ നമുക്ക് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ ഈ കച്ചറ ഇടാൻ വേണ്ടിയിട്ട് കിണറിന് ഒക്കെ വെക്കുന്ന ഉറയില്ലേ, ഈ ഉറ ഓരോ സ്ഥലത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലകത്താണ് കച്ചറ ഡംപ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ കച്ചറ ഇടുന്ന ആ ഒരു സ്ഥലത്ത് കൂടി ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചെവി ഓർക്കും, ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കണേ, എനിക്ക് ആ കുഞ്ഞിനെ കിട്ടണേ. ശരിക്കും അതൊരു ബാലിശമായ ഒരു ആഗ്രഹമാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു.
ആ ആഗ്രഹം കൂടി കൂടി വന്നിട്ടാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്റെ ആ ഒരു സമയത്ത് എനിക്ക് 2 കുട്ടികളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ആൺകുട്ടീനെ ഒരു പെൺകുട്ടീനെ എനിക്ക് ലാളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ കുഞ്ഞമ്മ അന്ന് പ്രഗ്നന്റ് ആയിരുന്നു. എന്റെ മാമിയും ഒരേ സമയം, എന്റെ കുഞ്ഞമ്മയും എന്റെ മാമിയും ഒരേ സമയം പ്രഗ്നന്റ് ആവുകയും ഒരേ സമയം പ്രസവിക്കുകയും ഒരു ആൺകുട്ടീനെയും പെൺകുട്ടീനെയും എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് ഒരുപാട്, എന്റെ കുഞ്ഞമ്മയുടെ മോനെന്ന് പറയുന്നത് എന്റെ സ്വന്തം മോനെ പോലെ ഞാൻ പോറ്റി വളർത്തി. ഒടുവില് അവന്റെ അമ്മയുടെ കൂടെ പോയി. അതൊക്കെ എനിക്ക് ഭയങ്കര മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു, എനിക്ക് എൻ്റെ വീട്ടിൽ ഒരുപാട് കുട്ടികൾ എനിക്ക് വേണം എന്നിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു. എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ഒന്ന് കമന്റ് ഇടണേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അതായത് അവരുടെ അടുത്തൊക്കെ ഞാൻ പറയും എനിക്ക് അഞ്ച് മക്കൾ വേണം, എനിക്ക് 5 മക്കൾ വേണം എന്ന് ഞാൻ പറയുമായിരുന്നു. ഞാൻ +2 എത്തിയപ്പോഴും ഞാൻ പറയുമായിരുന്നു എനിക്ക് 5 മക്കൾ വേണം. അവസാനം നമ്മളിപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നമുക്ക് സാധ്യമാവണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു സാമ്പത്തിക നില അനുസരിച്ചിട്ട് എനിക്ക് ഒരിക്കലും 5 മക്കളെ എനിക്ക് പ്രസവിക്കാനൊന്നും പറ്റാൻ സാധ്യതയില്ല. എങ്കിലും എൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് കുറേ മക്കൾ വേണം. ഞാൻ ഒരിടക്കാലത്ത് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കുറേ പിന്നെ അനാഥരായ കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തണം എന്നൊക്കെ, കല്യാണം കഴിക്കണ്ട എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു സമയത്ത് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ വെറും ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടി പോയ കുറേ കാര്യങ്ങളാണ്. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ 2 കുട്ടികളെ ഞാൻ പ്രസവിക്കുന്നത് SATയിലാണ്. സാധാരണ SATയിൽ പ്രസവിക്കുമ്പോൾ 2 മക്കള് പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെ കൊണ്ടവർ പ്രസവം നിർത്തണം എന്നവർ കമ്പൽ ചെയ്യും. പക്ഷെ എൻ്റെ 2ാമത്തെ മോന് കിഡ്നിയിൽ വെള്ളം കെട്ടുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് ഞാൻ 7 മാസം പ്രഗ്നന്റ് ആയിരുന്നപ്പോഴാണ് കണ്ടുപിടിച്ചത്. അത് പിന്നീട് അവന് പ്രസവിച്ചതിന് ശേഷം സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 2ാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് മാത്രം ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ പ്രസവം നിർത്തണ്ട കേട്ടോ, ഒരു 6-7 മാസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസവം നിർത്താം എന്ന് പറഞ്ഞു. അന്ന് ആ ഡോക്ടർ പറഞ്ഞ ആ ഒരു വാക്ക് കാരണം എനിക്കിന്ന് 6 മക്കളുണ്ടായി. പിന്നീട് എൻ്റെ 2ാമത്തെ മോന്റെ 2 കിഡ്നിയും ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കിയതാണ്. ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം എൻ്റെ 2ാമത്തെ മോന് ഉണ്ടായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കണ്ടുപിടിച്ചു. അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് നടത്തി. ഒരു 2 വയസ്സ് ആദ്യം 6 മാസം പ്രായമുള്ളപ്പോൾ ഒരു കിഡ്നി ഓപ്പറേഷൻ ചെയ്തു. അതിന്റെ ഫംഗ്ഷൻ ക്ലിയർ ആയതിനു ശേഷം 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ 2ാമത്തെ കിഡ്നിയും ഓപ്പറേഷൻ ചെയ്ത് ഇന്ന് അവൻ നല്ല സുഖമായിട്ട് ആരോഗ്യവാനായിട്ട് ജീവിക്കുന്നു. പക്ഷെ അന്ന് അവൻ അങ്ങനെ ഒരു അസുഖം വന്നതുകൊണ്ട് പിന്നീട് എനിക്ക് പ്രസവം നിർത്താനായിട്ട് തോന്നിയില്ല. പിന്നീട് ഞാൻ മക്കള് ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെ ജീവിച്ചു. എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ തന്നെ എനിക്ക് 5 മക്കളും ഉണ്ടായി. ഞാൻ ഭയങ്കര ഹാപ്പിയുമാണ്. ഇന്നും ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്തും എനിക്ക് ഇത്രയും മക്കളുണ്ടല്ലോ എന്നുള്ളത് എന്നെ ഒരിക്കലും വിഷമിപ്പിച്ചിട്ടില്ല. എനിക്കിവരെ നോക്കാൻ പറ്റുമോ, എനിക്കിവരെ വളർത്താൻ പറ്റുമോ എന്നുള്ള ഒരു ആദ്യമൊന്നും ഇന്ന് ഈ നിമിഷം വരെയും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഈ 6ാമത്തെ കുട്ടിയുടെ കാര്യത്തിലോട്ട് വരാം. എൻ്റെ 5ാമത്തെ മകൾക്ക് 4 വയസ്സുള്ള സമയത്ത് അവളെ ഞാൻ അംഗൻവാടിയിൽ കൊണ്ടുവന്നാക്കി. അപ്പോൾ അത്രയും വർഷം എൻ്റെ കൂടെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നിട്ട് എൻ്റെ 5ാമത്തെ മോള് പിന്നെ അംഗൻവാടിയിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും മനസ്സിലൊരു ഭയങ്കര ശൂന്യത. ആ സമയത്ത് എനിക്ക് കടയില്ലായിരുന്നേ. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകും, എൻ്റെ മക്കൾ പഠിക്കാൻ പോകും, എൻ്റെ മോൾ അംഗൻവാടിയിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര വീട്ടിൽ ഒറ്റയ്ക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര ഏകാന്തത ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ ഒരു സമയത്ത് ഒരു കുഞ്ഞും കൂടി ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ആ കുട്ടി ഉണ്ടാകുന്നില്ലായിരുന്നു. 1 വർഷത്തോളമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 6ാമതൊരു കുഞ്ഞ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. അപ്പോഴേ എനിക്ക് ഏജായി, എനിക്കൊരു LMB ഒക്കെ ഒരു കറക്റ്റ് അല്ലാത്തൊരു രീതിയിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഏജായി, ഇനി എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു രീതിയിൽ
ജീവിച്ചു വരുന്ന ഒരു സമയത്ത് എനിക്ക് LMP കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പ്രഗ്നന്റ് അല്ലല്ലോ, ആവുമെന്ന് വിചാരിക്കുന്നില്ല. ഈ ഒരു സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതാകുന്നതും ഹോസ്പിറ്റലിലാകുന്നതും. ഈ ഹോസ്പിറ്റലിലാകുന്ന സമയത്ത് ഒന്നും എനിക്ക് ശാരീരികമായി യാതൊരുവിധ പ്രഗ്നൻസിയുടെ ഒരു ഫീലിങ്സും എനിക്കില്ല. ഞാൻ ഭയങ്കര നോർമലായിട്ട് നടക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്തും ഇദ്ദേഹത്തിന് ICUവിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സമയത്ത് എനിക്ക് വല്ലാത്തൊരു തലചുറ്റും ഭയങ്കര മാനസികമായിട്ട് ഞാൻ തളർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് എനിക്ക് വെള്ളം കുടിക്കണം, പക്ഷെ എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ആ ഒരു ടൈമിൽ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പ്രഗ്നൻസി കാർഡ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷെ അത് എത്ര മാസമാണ് ഒരു കണക്കും എനിക്ക് അറിയില്ല. പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു പ്രഗ്നൻസി ഞാൻ എന്തായാലും ഞാൻ പ്രൊസീഡ് ചെയ്യും. ആ ഒരു സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് വെന്റിലേറ്ററിലാവുന്നതും സ്വയം ശ്വാസം എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. പിന്നീട് ട്രക്യോസ്റ്റമി ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ പ്രതീക്ഷകളല്ല, എൻ്റെ ഭർത്താവ് എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് മങ്ങി. എനിക്കിനി അദ്ദേഹത്തിന് എനിക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു ചിന്തയും എനിക്കില്ല. പക്ഷെ ഈ ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡും അറിയുന്നില്ല ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അദ്ദേഹത്തിനും അറിയില്ല. അതിനിടയ്ക്ക് തന്നെ ഇദ്ദേഹം സുഖമില്ലാതാവുകയും ഇദ്ദേഹം ICUവിലൊക്കെ ആയ സമയത്ത് ഞാൻ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മോളെ മാത്രമാണ് അദ്ദേഹത്തിന് ഓർമ്മയുള്ളത്. ഹവ്വ എവിടെ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ മറ്റു മക്കളെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഗ്നൻസിയുടെ കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. ഈ ഒരു സമയത്ത് എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ എൻ്റെ വീട്ടിലുണ്ട്. പക്ഷെ എൻ്റെ അമ്മയുടെ അടുത്തും എനിക്കത് പറയാനായിട്ട് തോന്നിയില്ല. എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു കുട്ടിയുടെ അടുത്ത് മാത്രം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ പ്രഗ്നന്റ് ആണ്. അപ്പോൾ ആ ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ്, നിങ്ങളത് ഒരിക്കലും വേണ്ടാന്ന് വെക്കരുത്, അത് പ്രൊസീഡ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കിട്ടിയത് അത് എന്തെങ്കിലും ഒരു നല്ലതിനായിരിക്കും. അപ്പൊ അത് അവരെ ഇപ്പൊ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാനത് പ്രൊസീഡ് ചെയ്യും. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു പ്രഗ്നൻസി ആണത്. എല്ലാ പ്രഗ്നൻസിയും ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടാന്ന് ഞാൻ എന്തായാലും വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അത് കഴിഞ്ഞ് 47 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. ആ ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡ് കിടപ്പാണ്, ഒരു സൈഡ് തളർന്നിട്ട് കിടപ്പാണ്. എല്ലാ കാര്യത്തിനും ഒരാളുടെ ഹെൽപ്പ് വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 2 മാസങ്ങൾക്ക് ശേഷം, വീട്ടിൽ വന്നതിന് ശേഷം 2 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് അല്ലരിഫ് ഹോസ്പിറ്റലിൽ ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ, എന്തായാലും ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയാമല്ലോ. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം, എത്ര മാസമായി എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ പ്രഗ്നൻസി കാണിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് കുഞ്ഞിന് 5 മാസത്തെ വളർച്ചയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിലൊന്നും ഞാൻ ഈ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ടൈമിൽ കഴിക്കേണ്ട ഫോളിക് ആസിഡിന്റെ ഒന്നും ഗുളിക ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല, അറിയില്ലല്ലോ. പിന്നെ മാനസികമായിട്ട് നമുക്കത് എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല. എനിക്ക് ആകെ സഹായമായിട്ടുണ്ടായിരുന്ന എൻ്റെ ഹസ്ബൻഡാണ് സുഖമില്ലാതെ കിടക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ പോവാനും ഹോസ്പിറ്റലിൽ കാണിക്കാനും ഒന്നും ഉള്ള ഒരു സാഹചര്യം ഇല്ല. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രഗ്നന്റ് ആണ് എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കുറെ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ആ ഒരു സമയത്ത് ഞാൻ ഈ പ്രഗ്നൻസി മറച്ചു വെക്കുകയാണ്, എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു. എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, വയറ് വരില്ലേ, വയറുണ്ടാവുമ്പോൾ എല്ലാവരും സംശയത്തിൽ നോക്കൂലേ, അല്ല നിങ്ങൾ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കില്ലേ? ഇല്ല, കാരണം ഞാൻ ഭയങ്കര ഫാറ്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് എൻ്റെ ശരീരത്തിനേക്കാൾ വലിയ വയറുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും വിചാരിക്കുന്നത് അത് എൻ്റെ ഫാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വയറാണെന്ന് വിചാരിച്ചിട്ട് ആരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നില്ല.
പക്ഷെ ഒരു ഒരു 8 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പലരും എൻ്റെ മുഖത്തുള്ള നീര് കണ്ടിട്ട് ചോദിക്കുമായിരുന്നു, നിങ്ങൾ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിച്ച ആൾക്കാരോടെല്ലാം അതെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ആർക്കും തന്നെ അറിയില്ലായിരുന്നു ഈ ഒരു പ്രഗ്നൻസി. ഞാൻ പ്രസവിച്ചതിന് ശേഷമാണ് അറിയുന്നത്. അപ്പൊ എൻ്റെ ഒരു ഭയങ്കര ഒരു കഷ്ടതയിൽ എനിക്ക് കിട്ടിയ ഒരു മോനാണ് എൻ്റെ ഈ 6ാമത്തെ മകൻ. അപ്പൊ ഞങ്ങളിങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടു കൂടി സൃഷ്ടിച്ച മക്കളായിരുന്നിട്ട് കൂടി ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നതല്ല എൻ്റെ മക്കളെ വിട്ട് എനിക്ക് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരും എന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല. എൻ്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെ. പക്ഷെ എൻ്റെ മക്കൾക്ക് ഒന്നിച്ച് അവരുടെ മാതാപിതാക്കളെ നഷ്ടമാവുകയും ഒരേ സമയത്ത് അവരുടെ മാതാപിതാക്കൾക്ക് സുഖമില്ലാത്ത ഒരു കണ്ടീഷൻ വരികയും ചെയ്ത ഒരു സമയം കൂടിയാണ്. എൻ്റെ മൂത്ത മോളെന്ന് പറയുന്നത് 15 വയസ്സുള്ള ഒരു മോളാണ്. പക്ഷെ ആ ഒരു സമയത്ത് എൻ്റെ മോള് പിന്നെ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു ഇതുണ്ടാകുന്നത്, ഒരു ഇൻസിഡന്റ് വൈയായികം ഉണ്ടാകുന്നതും. ആ ഒരു സമയത്ത് അവള് സ്കൂളിൽ പോലും പോകാതെ, ഞങ്ങളെ പരിചരിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോലും പോകാതെ, എൻ്റെ മൂത്ത 2 മക്കളും എൻ്റെ മോളും മോനും പലതവണ സ്കൂളിൽ പോവില്ല. എപ്പോഴും ടീച്ചർമാർ വിളിച്ചിട്ട് എന്താണ് കുട്ടികൾ സ്കൂളിൽ വരാത്തത്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു കെയർലെസ് ആയിട്ട് പെരുമാറുന്നത്. ശരിക്കും എൻ്റെ മറ്റു മക്കൾക്കും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റൂലായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ശാരീരിക പ്രയാസങ്ങൾ ആ ഒരു സമയത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പലതവണയും ഇവരെ സ്കൂളിൽ കറക്റ്റായിട്ട് എനിക്ക് വിടാനായിട്ട് എനിക്ക് സാധിക്കാത്ത ഒരു കണ്ടീഷനൊക്കെ വന്നിട്ടുണ്ട്. ഇന്നും ആ ടീച്ചർമാരെല്ലാം ചിന്തിക്കുന്നത് ഞാനൊരു അനാസ്ഥ കാണിച്ചു എന്നുള്ളതാണ്. ശരിക്കല്ല. ഒരേ സമയം ഞാനും എനിക്ക് സഹായമായിട്ടുള്ള എൻ്റെ ഭർത്താവും സുഖമില്ലാത്തൊരു കണ്ടീഷൻ വന്ന സമയത്ത് ഞങ്ങൾക്ക് സാധിക്കാതെ പോയ ഒരു കാര്യമാണ്. എൻ്റെ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ ടീച്ചർമാര് ഭയങ്കരമായിട്ട് സ്കൂളിൽ വരണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ മോളെ പിന്നെ ഒരാഴ്ചക്ക് ശേഷം ഒരു ദിവസം സ്കൂളിൽ പോവും. അന്ന് ആ ടീച്ചറിന്റെ വായിലിരിക്കുന്നത് മുഴുവൻ വാങ്ങിച്ചു കുടിക്കും. വീണ്ടും വന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ എനിക്ക് തീരെ വയ്യ. അത് മാത്രമല്ല, ഞാൻ തയ്ക്കാൻ പോയാൽ മാത്രമാണ് എൻ്റെ വീട്ടിൽ തീ പുകയുള്ളൂ. അപ്പോൾ ആ ഒരു കണ്ടീഷനൊക്കെ വന്നപ്പോൾ ഒരു മാനസികമായും ശാരീരികമായും ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു പോയ ദിവസങ്ങളാണ് ആ സമയമൊക്കെ. ആ സമയത്ത് എൻ്റെ മക്കളാണ് ശരിക്കും എനിക്ക് ഭയങ്കര ഹെൽപ്പായിട്ട് നിന്നത്. പിന്നെ ഞാൻ പ്രസവത്തിന് പോകുന്ന സമയത്തും എൻ്റെ അമ്മയ്ക്ക് എൻ്റെ കൂടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എൻ്റെ അമ്മ ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ശരിക്ക് അവർ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോക്ക് വന്ന ഒരു ഉമ്മുമ്മാനെ നോക്കാനാണ് ഒരു വീട്ടിൽ നിൽക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മക്കൾ ഗൾഫിലാണ്. അപ്പം എൻ്റെ അമ്മേനെ വിശ്വസിച്ചിട്ടാണ് അവരെ നോക്കാനായിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് ഇട്ടെറിഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്ക് അത് വരാനും പറ്റൂല. പക്ഷെ എൻ്റെ ഭർത്താവ് സുഖമില്ലാതിരുന്ന സമയത്ത് അമ്മ വന്നിട്ടുണ്ട്, നിന്നിട്ടുമുണ്ട്. അന്ന് വേറൊരാളിനെ നിർത്തിയിട്ടാണ് വന്ന് നിന്നത്. പക്ഷെ ഒരു പ്രഗ്നൻസി ഞാൻ പ്രസവത്തിന് പോകുന്ന സമയത്ത് ഞാൻ തന്നെയാണ് പറഞ്ഞത്, വേണ്ട, ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പ്രസവം നോക്കുന്നത്. അതായത് എനിക്ക് തൈക്കാട് SITയിലൊന്നും എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം ഇദ്ദേഹത്തിന് സ്വയമേ നടക്കാൻ പറ്റൂല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ 15 വയസ്സുള്ള മോളാണ്. അവള് എനിക്ക് കൂട്ടിരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ഇദ്ദേഹത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ല. അത് കാരണം ഞാൻ വീട്ടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും അവിടെയാണെങ്കിൽ നമ്മളൊരു നോർമൽ ഡെലിവറിക്ക് 50,000 രൂപ ചെലവാണ്. ആ ഒരു സമയത്ത് ഞാൻ അവിടുത്തെ മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് 30,000 രൂപയ്ക്കാണ് ആ ഒരു പ്രസവം എനിക്ക് നടത്തി തന്നത്. അങ്ങനെ സഹായം എന്ന് പറയുന്നത് ഭയങ്കരമായ സഹായങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് സ്ഥലത്തുനിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ 50,000 രൂപ കോസ്റ്റ് ഉള്ള ഒരു പ്രസവത്തിന് അവരെനിക്ക് 30,000 രൂപയ്ക്ക് ആ ഒരു പ്രസവം നടത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു 30,000 രൂപ ഈ ഒരു സമയത്ത് എനിക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അദ്ദേഹം സുഖമില്ലാതെ ജോലിക്ക് പോകാൻ കഴിയാതെ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ കാര്യം നടത്താനായിട്ട് പറ്റില്ല. പക്ഷെ ആ ഒരു സമയത്ത് എൻ്റെ അമ്മ വീട്ടിൽ വരെയും ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തിട്ട് എനിക്ക് പ്രസവത്തിനുള്ള ക്യാഷ് എനിക്ക് എൻ്റെ അമ്മ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും തയ്ക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ എങ്ങനെ എൻ്റെ മക്കളെ നോക്കും എന്നുള്ളത് എൻ്റെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ആ ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡിന്റെ
ഒരു സുഹൃത്ത്, പിന്നെ ഒരു ചാരിറ്റിയൊക്കെ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം ഞങ്ങൾക്കൊരു 29,000 രൂപ കൊണ്ടുവന്ന് എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ രോഗം, അതായത് മരുന്ന് വാങ്ങാനൊക്കെ ആയിട്ടെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ആ ഒരു തുക ഞങ്ങൾക്ക് കൊണ്ട് തന്നതെങ്കിൽ ആ ഒരു സമയത്ത് ഞങ്ങൾക്കത് ഭയങ്കര സഹായമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ പരിസര പ്രദേശത്തുള്ള ഒരുപാട് നല്ല മനസ്സുള്ള ആളുകളെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സമയമായിരുന്നു ആ ഒരു സമയം. പിന്നെ എൻ്റെ മുന്നിൽ ഞാൻ ഒരിക്കലും എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, എൻ്റെ മക്കൾ പട്ടിണിയായി പോവും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഒരാളുടെ മുമ്പിലും ചെന്നിട്ട് കൈ നീട്ടിയിട്ടില്ല. എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആണ്. എനിക്ക് എൻ്റെ മക്കളെ പോറ്റാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് നമ്മളെപ്പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും ദാരിദ്ര്യവും ഇല്ല, കഷ്ടപ്പാടും ഇല്ല, നിരാശയും ഇല്ല. നമ്മൾ എപ്പോഴാണ് മറ്റൊരാളെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അവിടെ തൊട്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് നല്ല ആഹാരങ്ങൾ വാങ്ങിച്ച് കഴിപ്പിച്ച് ശീലമുള്ള ഒരു മക്കളാണ്. മീനില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ചോറ് കഴിക്കാതിരുന്ന മക്കളാണ്. പക്ഷെ കഞ്ഞിയും ചമ്മന്തിയും കഴിക്കാൻ അവർ ശീലിച്ചു. എൻ്റെ കൂടെ ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിരുന്നു. ഈ സമയത്ത് ഞാൻ പ്രസവത്തിന് പോകുന്ന സമയം ശരിക്കും എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോനാണ് എന്നെ ലേബർ റൂമിൽ കൊണ്ടുവന്നാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കാണ്, ഒരമ്മയ്ക്കെങ്കിലും ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടുമോ? എൻ്റെ ഹസ്ബൻഡിന് എണീറ്റ് നടക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല. അപ്പം ഞാൻ അല്ലരിഫ് ഹോസ്പിറ്റലിൽ നമുക്ക് ഇപ്പോൾ ഡെലിവറിക്ക് എന്തായാലും റൂം എടുത്തേ പറ്റൂ. ആ റൂമിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയി കിടത്തിയിട്ട് എൻ്റെ മക്കളും ആ റൂമിൽ തന്നെ. അപ്പോൾ ഡോക്ടർമാരത് സമ്മതിച്ചിട്ടുമുണ്ട്. സാധാരണ അങ്ങനെ ഒരു ഡെലിവറി നടക്കുന്ന ഒരു റൂമിൽ ഇത്രയും കുട്ടികളെയും ഇത്രയും ആൾക്കാരെ ഒന്നും നിർത്തൂല. പക്ഷെ എൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് അവർ അതിന് തയ്യാറായി. എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും എൻ്റെ റൂമിലുള്ള സമയത്ത് എൻ്റെ 13 വയസ്സുള്ള മോനാണ് എന്നെ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞിട്ട് വിടുന്നത്. അത് കഴിഞ്ഞ് അവൻ ആ ലേബർ റൂമിന്റെ പുറത്തുനിന്ന് അവൻ പോയിട്ടില്ല. എൻ്റെ മറ്റു പ്രസവങ്ങൾക്ക് എൻ്റെ ഭർത്താവ് കാത്തിരുന്നത് പോലെ എൻ്റെ 6ാമത്തെ കുഞ്ഞിന്റെ പ്രസവത്തിന് എൻ്റെ മകനാണ് കാത്തിരുന്നത് പുറത്ത്. എന്നെ ശുശ്രൂഷിക്കുന്ന നേഴ്സുമാര് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുമായിരുന്നു, നിങ്ങളുടെ മകൻ പുറത്ത് നിൽക്കുകയാണ്, എനിക്ക് ആൺവാവയാണോ പെൺവാവയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നിങ്ങനെ പറയുമായിരുന്നു. ശരിക്കും ഞാൻ പ്രസവിച്ച് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിന് കഴിയൂല. ഒരു ലെഫ്റ്റ് സൈഡ് കൈയും തളർന്നതാണ്, ഒരു കാലും തളർന്നതാണ്. അപ്പൊ എനിക്ക് എൻ്റെ ആ ഒരു കുഞ്ഞിനെ എടുത്തത് എന്ന് പറയുന്നത് എൻ്റെ മോളാണ്. എൻ്റെ 15 വയസ്സുള്ള മോളാണ് ശരിക്ക് ആ കുഞ്ഞിനെ ആദ്യമായിട്ട് കൈകൊണ്ട് വാങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എനിക്കൊരു മിറാക്കിൾ പോലെയാണ്. ഞാൻ കാണുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിനെ കൈകൊണ്ട് എടുത്തത്, സാധാരണ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ഓരോ സ്ത്രീകളും പ്രസവത്തിന് പോകുന്ന സമയത്ത് അവരുടെ ഭർത്താവിന്റെ ആൾക്കാരും പിന്നെ അവരുടെ ആൾക്കാരും ഒക്കെ ഇങ്ങനെ ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ കുന്നുകൂടി നിൽക്കുകയും ഈ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അടി കൊടുന്ന ബന്ധുക്കളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ 6ാമത്തെ കുഞ്ഞിനെ കൈകൊണ്ട് ആദ്യമായി വാങ്ങിയത് എൻ്റെ മൂത്ത മകള് തന്നെയാണ്. ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയൊരു സ്ത്രീ ഈ ലോകത്തുണ്ടാവൂല. ഇപ്പോഴും ഞാൻ ഈ 6 മക്കള് എനിക്കുണ്ട് എന്നുള്ളത് എനിക്ക് സങ്കടമല്ല, ഐ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാനൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ഇത്. ഒരിക്കലും എൻ്റെ ദുഃഖമല്ല, എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. പിന്നെ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും, നമുക്ക് നാളെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രാഹ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊരു കാര്യം ചെയ്യില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഓരോ മക്കളുടെ മുഖത്ത് നോക്കുമ്പോഴും ഞാൻ ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ എന്താവും എന്നുള്ള ഒരു ചിന്ത എന്നെ അലട്ടും. എൻ്റെ എല്ലാ മക്കളെയും എനിക്ക് ഭയങ്കര ഇഷ്ടവും ആഗ്രഹവും തന്നെയാണ്. ഒരു കുട്ടി പോലും എനിക്ക് വേണ്ടായിരുന്നു എന്ന ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ എന്താണ്, നമുക്ക് ഇപ്പൊ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു വീഴ്ച പറ്റി. അപ്പൊ ഞാൻ എങ്ങനെ വളർത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മുടെ നാട്ടിൽ സാധിക്കും ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ. പിന്നെ അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അത് എന്നെ കൊണ്ട് പറ്റും, എനിക്കത് സാധിക്കും. അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കാനും അവരെ സ്വന്തം കാലിൽ നിർത്താനും പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു നല്ല കോൺഫിഡന്റ് എനിക്കുണ്ട്. ഇത്രയും വലിയൊരു പ്രശ്നം എൻ്റെ ജീവിതത്തെ ബാധിച്ചപ്പോൾ എൻ്റെ ഏറ്റവും താങ്ങായി നിന്ന എൻ്റെ ഹസ്ബൻഡ് ഈ ഒരു അവസ്ഥയിൽ എത്തിയ സമയത്ത് പോലും എനിക്ക് ഈ ഒരു അവസ്ഥയെ എനിക്ക് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായും എൻ്റെ മക്കളെയും എനിക്ക് വളർത്താനായിട്ട് സാധിക്കും. പിന്നെ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്ന ഒരാൾക്ക് രണ്ടാമത് സ്ട്രോക്ക് വരും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗുളിക മുടക്കരുത് എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ഗുളികയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും ഒരു ട്രസ്റ്റിനെ സമീപിച്ചിട്ടുണ്ട്. ഇന്നും മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഉള്ള ഒരു പള്ളിയിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിന് ഗുളികയ്ക്കുള്ള ക്യാഷ് കിട്ടുന്നുണ്ട്. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ക്യാഷ് സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സായിരിക്കും, ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഇന്ന് ഞങ്ങൾ 8 പേര് ജീവനോടെ നിലനിൽക്കുന്നതിന് ആ സാറിനൊരു വലിയ പങ്കുണ്ട്. കാരണം ആ സാറ് ഇല്ല വേണ്ട, എനിക്കിനി ഈ ഒരു സ്റ്റാഫിനെ കൊണ്ട് എനിക്കൊരു ഉപകാരവും ഇല്ല, നിങ്ങൾ വേറെ ജോലി നോക്ക് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ പട്ടിണി കിടന്ന് മരണപ്പെട്ടേനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ മനസ്സ് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. പിന്നെ ഞങ്ങളെ ഈ ഇത്രയും വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ സഹായിച്ച ഒരുപാട് നല്ല മനസ്സ് ഉള്ള ആൾക്കാരും അയൽവാസികളും ഞങ്ങളുടെ സമീപ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഓക്കേ.